നമസ്കാരം. എന്തൊക്കെയായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ കാണിച്ചു കൂട്ടിയത്? ധർമ്മസ്ഥല സംഭവം വെറും ഉഡായിപ്പാണ് എന്ന് തുടക്കം മുതൽ തന്നെ കർണാടകയിലെ മാധ്യമങ്ങൾക്കും പോലീസിനും അറിയാമായിരുന്നു. എന്നാൽ അങ്ങനെയല്ല സംഭവം. അവിടെ ആയിരക്കണക്കിന് പെൺകുട്ടികളെ പീഡിപ്പിച്ചു കൊന്നു, ബലാത്സംഗം ചെയ്ത് അവിടെയൊക്കെ കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്ന് കേരളത്തിലെ സാറ്റലൈറ്റ് മാധ്യമങ്ങൾ അടക്കം പറയുകയും വലിയ ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. കൂടാതെ ധർമ്മസ്ഥലിൽ ദിവസങ്ങളോളം തമ്പടിച്ചു കിടന്ന മാധ്യമങ്ങൾ, കേരളത്തിൽ നിന്നും ഒരുപാട് മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ ഉദ്ദേശം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ: ആ ക്ഷേത്രത്തെ തകർക്കുക, കൂടാതെ ഒരു നിഗൂഢമായ ഒരു അന്തരീക്ഷം എല്ലാവരുടെയും മനസ്സിൽ സൃഷ്ടിക്കുക. അതായിരുന്നു ഇതിന്റെ പിന്നാമ്പുറത്ത് നിന്നുള്ള ആ തിരക്കഥ ഒരുക്കിയവരുടെ മുഖ്യ ലക്ഷ്യം. ഇതിൽ മനാഫ് ലക്ഷ്യം അതെന്തായാലും അത് വലിയൊരു ഗൂഢാലോചന തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ശിരൂരിൽ ഒരു അപകടം ഉണ്ടായപ്പോൾ പോലും നന്മമരം എന്ന് കേരളം ഒരു ലേബൽ കൊടുത്തിരുത്തിയ ആ മനാഫിന്റെ സ്വഭാവം മനസ്സിലാക്കിയതോടെയാണ് അർജുന്റെ കുടുംബം മനാഫിനെ പൂർണ്ണമായി അകറ്റിയത്. മനാഫിന് ധർമ്മസ്ഥലുമായിട്ടുള്ള ബന്ധം അതാണ് ഇനി പുറത്തു വരേണ്ടത്. എന്തായാലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അവരുടെ പണി ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഗൂഢാലോചന എന്താണെന്ന സത്യം അവർ കണ്ടെത്താൻ വേണ്ടി തന്നെയാണ് അവർ രണ്ടും കൽപ്പിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടത്തിയിട്ടുള്ളത്. ആ അന്വേഷണമാണ് ഇനിയിപ്പോൾ വേണമെങ്കിൽ നാളെ കോഴിക്കോട് എത്താം, മനാഫിനെ വീട്ടിലൊരു റെയ്ഡ് നടത്താം, അങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്കും അന്വേഷണം പോവാം. മുൻ ശുചീകരണ തൊഴിലാളിയെ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം യൂട്യൂബർ സമീർ AI വീഡിയോ നിർമ്മിച്ച് ആയിരക്കണക്കിന് പെൺകുട്ടികൾ കുഴിച്ചിട്ടു എന്ന സംഭവത്തിൽ കർണാടക പോലീസിന്റെ SIT ടീം ചോദ്യം ചെയ്യുകയാണ് യൂട്യൂബർ സമീറിനെ. അടുത്തത് മനാഫാണ് ഇനി അറസ്റ്റിലാവാൻ പോകുന്നത്. ആ കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. ഇതിന്റെ പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ കരങ്ങൾ, അതായത് PFIയുടെ നിരോധിച്ച ഭീകര സംഘടനയായ PFIയുടെ കരങ്ങളുണ്ടോ എന്നാണ് ഇനിയുള്ള സംശയം. അല്ലെങ്കിൽ ഈ മുസ്ലിം ബ്ലോഗർമാരുടെ ഒരു കൂട്ടം കൂടുതലായി ഈ വിഷയം അവർ ഉയർത്തിക്കൊണ്ട് വന്നത് തന്നെ ഒരു സംശയം സൃഷ്ടിക്കുന്നുണ്ട്. ഇതിലൊരു കാര്യം വന്നത് റിപ്പബ്ലിക് TV നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പുറത്തായത്. തോമസ് എന്ന ചിന്നയ്യ ധർമ്മസ്ഥല ശുചീകരണ തൊഴിലാളി അല്ല, നല്ല ഒന്നാന്തരം പെന്തക്കോസ് പാസ്റ്റർ ആണ് എന്ന് റിപ്പബ്ലിക് TV സ്വന്തം നിലയിൽ നടത്തിയ അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുകയാണ്. ഉടുപ്പി ഭാഗത്ത് മതമാറ്റം നടത്തലായിരുന്നു അടുത്ത കാലത്തെ പ്രധാന തൊഴിൽ. തമിഴ്നാട്ടുകാരനാണെന്നും ധർമ്മസ്ഥലിലെ ജോലിയിൽ നിന്ന് കെടുകാര്യസ്ഥത കാരണം പുറത്താക്കിയെന്നും നേരെ തമിഴ്നാട്ടിൽ പോയി അതിനുശേഷം അവിടെ യേശുവിന്റെ മാർഗമായ അന്യമത വിദ്വേഷം പ്രചരിപ്പിക്കാൻ ആചാരം വാങ്ങി പാസ്റ്ററായി എന്നുമാണ്. അങ്ങനെ ആ ക്രിസ്തു രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ് ധർമ്മസ്ഥല അമ്പലത്തിന്റെ വിശ്വാസത കളങ്കപ്പെടുത്താൻ ശ്രമിച്ചത് എന്നുള്ള സത്യങ്ങളാണ് റിപ്പബ്ലിക് TV പുറത്തുവിട്ടത്. എന്തായാലും കർണാടക പോലീസ് അടക്കം വരും ദിവസങ്ങളിൽ കേന്ദ്ര ഏജൻസികളും ധർമ്മസ്ഥല വിഷയത്തിൽ ഒരു അന്വേഷണം നടത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.